വെൽക്കം ടു മൂവി ബ്രാൻഡ്. അടുത്തിടെ കേരളക്കര കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ താരവിവാഹമായിരുന്നു സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റേത്. സിനിമാ മേഖലയിൽ നിന്നും ഒട്ടുമിക്ക താരങ്ങളും എത്തിച്ചേർന്ന വിവാഹത്തിൽ രാഷ്ട്രീയ പ്രവർത്തകരും നിറഞ്ഞു നിന്നിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത വിവാഹം ഏറ്റവും വലിയ താരവിവാഹങ്ങളിൽ ഒന്നായിരുന്നു. വിവാഹത്തിൽ പ്രധാനമന്ത്രി നേരിട്ടെത്തി വധൂവരന്മാരെ ആശീർവദിച്ചിരുന്നു. ഗുരുവായൂരിൽ വെച്ചായിരുന്നു ഭാഗ്യയുടെ വിവാഹം നടന്നത്. പിന്നീട് റിസപ്ഷൻ കൊച്ചിയിലും തിരുവനന്തപുരത്തും നടത്തി. തന്റെ സിനിമാ രാഷ്ട്രീയ രംഗത്തെ സുഹൃത്തുക്കൾക്കും മറ്റും പങ്കെടുക്കാനുള്ള സൗകര്യത്തിനായാണ് കൊച്ചിയിലും തിരുവനന്തപുരത്തുമായി 2 റിസപ്ഷനുകൾ സുരേഷ് ഗോപി സംഘടിപ്പിച്ചത്. വിവാഹ ചടങ്ങുകളുടെയും സൽക്കാരങ്ങളുടെയും എല്ലാം വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. എന്നാൽ ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഭാഗ്യയുടെ സഹോദരൻ ഗോകുൽ സുരേഷ് ശ്രേയസിന് ഇട്ടുകൊടുത്ത മാലയാണ്. ഇതേക്കുറിച്ചുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയെ. വളരെ പ്രത്യേകതയുള്ള മാലയാണിതെന്നാണ് സംസാരം. പുലിനകം കൊത്തിയ പഞ്ചലോഹ മാലയാണിതെന്നാണ് റിപ്പോർട്ടുകൾ. വളരെ ഭംഗിയുള്ള ഏറെ പ്രത്യേകതയുള്ള മാലയാണ് ഗോകുൽ തിരഞ്ഞെടുത്തത്. ഇതിൽ നിന്നും ഗോകുലും ശ്രേയസും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് പലരും കമന്റുകളായി പറയുന്നത്. ശ്രേയസും ഗോകുലും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ചെറുപ്പം മുതൽ ഇരു കുടുംബങ്ങളും വലിയ അടുപ്പത്തിലായിരുന്നുവെന്നും ഗോകുൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അനുജത്തിയുടെ ഭർത്താവ് ആകാൻ പോകുന്ന പയ്യൻ എന്നതിനേക്കാൾ ഉപരിയായി ശ്രേയസ് തനിക്ക് അനിയനെ പോലെ എന്നാണ് പറയുന്നത്. ഏറെ കാലത്തിന് ശേഷം കുടുംബത്തിൽ ഒരു കല്യാണം വരുന്നതാണ്. അത് ഭംഗിയായി പൂർത്തിയാക്കണം എന്നതാണ് ഒരു മൂത്ത മകനും ജ്യേഷ്ഠനുമായ തന്റെ കടമ. അതേസമയം അനുജത്തി വേറൊരു വീട്ടിൽ പോകുന്നു എന്നൊരു വിഷമമില്ലെന്നും ഗോകുൽ പറഞ്ഞിരുന്നു. ശ്രേയസിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും വർഷങ്ങളായി അറിയാം. അതുകൊണ്ട് അവൾ പോകുന്നത് അപരിചിതമായ ഒരു വീട്ടിലേക്കല്ല. അതിനാൽ അത്തരം ടെൻഷനുകളില്ലെന്നുമായിരുന്നു ഗോകുൽ സുരേഷ് പറഞ്ഞിരുന്നത്. പൊതുവെ സെലിബ്രിറ്റി വിവാഹങ്ങൾ നടക്കുമ്പോൾ ആഭരണങ്ങളുടെ അതിപ്രസരം കാണാം. ഇട്ടുമൂടാൻ സ്വത്തുള്ള സുരേഷ് ഗോപിയുടെ മകൾ വിവാഹിതയാകുമ്പോൾ ആഭരണത്തിൽ മുങ്ങിയാകും എത്തുകയെന്നതാണ് എല്ലാവരും കരുതിയത്. പക്ഷെ വളരെ സിമ്പിളായി ഒരു ചോക്കർ മാലയും 2 വളയും ഒരു ജോഡി ജിമിക്ക് കമ്മലും മാത്രമാണ് ഭാഗ്യ ധരിച്ചത്. വിവാഹത്തിന് ഓറഞ്ച് സാരി തിരഞ്ഞെടുത്ത ഭാഗ്യ കൊച്ചിയിലെ റിസപ്ഷന് വെള്ള ലെഹങ്കയും തിരുവനന്തപുരത്തെ സൽക്കാരത്തിന് പിങ്ക് സാരിയുമാണ് ധരിച്ചത്. ഫുൾ സ്ലീവ് ബ്ലൗസുള്ള പിങ്ക് സാരിയായിരുന്നു ഭാഗ്യയുടെ കൂടുതൽ സുന്ദരിയാക്കിയതെന്നാണ് ആരാധകർ പറയുന്നത്. ഇതിനൊപ്പം സംഗീത് പരിപാടിക്ക് ഭാഗ്യ ധരിച്ച പച്ച ലെഹങ്കയും വിവാഹത്തിന്റെ തലേ ദിവസം ധരിച്ച സെറ്റ് ധാവണിയും ഏറെ ചർച്ചയായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിവാഹത്തിനും വിവാഹ സൽക്കാരത്തിനും മമ്മൂട്ടിയും മോഹൻലാലും കുടുംബസമേതമാണ് എത്തിയത്. വിവാഹത്തിന് പിന്നാലെ തൃശൂരിൽ ഗോകുലം കൺവെൻഷൻ സെന്ററിൽ നടന്ന റിസപ്ഷനിലും ഇരുവരും പങ്കെടുത്തിരുന്നു. ജനുവരി 19-നായിരുന്നു കൊച്ചിയിലെ റിസപ്ഷൻ. ജനുവരി 20-നായിരുന്നു തിരുവനന്തപുരത്തെ സൽക്കാരം. മമ്മൂട്ടി ഭാര്യ സുൽഫത്ത്, മക്കളായ സുറുമി, ദുൽഖർ സൽമാൻ, മരുമകൾ അമാൽ എന്നിവർക്കൊപ്പമാണ് കൊച്ചിയിലെ വിവാഹ സൽക്കാരത്തിനെത്തിയത്. മോഹൻലാൽ ഭാര്യ സുചിത്രയ്ക്കൊപ്പം തിരുവനന്തപുരത്തെ സൽക്കാരത്തിൽ പങ്കെടുത്തു. ജഗതി ശ്രീകുമാർ, ജയറാം, ദിലീപ്, ടൊവിനോ തോമസ്, കുഞ്ചാക്കോ ബോബൻ, ബിജു മേനോൻ, ശ്രീനിവാസൻ, ഇന്ദ്രൻസ് തുടങ്ങി ഒട്ടുമിക്ക താരങ്ങളെല്ലാം റിസപ്ഷൻ എത്തിയിരുന്നു. ഒന്നും പറയാനില്ല, എല്ലാവരും വന്നതിൽ സന്തോഷം. കുറച്ചധികം ആളുകളായിപ്പോയി. അതിന്റെ ഒരു ബഹളവും തിരക്കും ഉണ്ടായിരുന്നു. നന്ദിയുണ്ട്. ഇത്രയും വലിയ സ്കെയിലിൽ പോകുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. കൂടുതലൊന്നും പറയാനില്ല എന്നാണ് വിവാഹ സൽക്കാര ശേഷം ഭാഗ്യ മാധ്യമങ്ങളോട് പറഞ്ഞത്.